നമസ്കാരം അമീർ ഭായി. ഈ 35% സബ്സിഡിയിൽ നിങ്ങൾ ഈ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് മിഷനറീസ് ഇറക്കി കൊടുക്കുന്ന പറയുന്നത് സത്യമായ സംഭവമാണ്. അതെ, അത് നമ്മൾ ഗവൺമെന്റിൽ നിന്ന് തരുന്ന സ്കീമുകളാണ്. ഇപ്പോൾ PMFME, PMGP പോലത്തെ സ്കീമുകളുണ്ട്. പുതിയ സംരംഭക്കാർക്ക്, നിലവിലുള്ള സംരംഭക്കാർക്ക് വിപുലീകരണം എന്ന കാറ്റഗറീസിൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. 35% സബ്സിഡിയിൽ ചെറുകിട സംരംഭങ്ങൾ, അത് ചെറിയ മുതൽ മുടക്കിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാനുള്ള മിഷനറി ഇമ്പോർട്ട് ചെയ്യുകയും മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. 35% സബ്സിഡി ചെയ്തുകൊണ്ടുള്ള എത്ര സംരംഭങ്ങൾ നമ്മളിപ്പോൾ 5-6 വർഷത്തോളമായിട്ട് ഈ മേഖലയിലുള്ളവരാണ്. ഒരുപാട് ചെറുകിട സംരംഭക്കാർക്ക്, നമ്മൾ 10-200 സംരംഭക്കാർക്ക് നമ്മൾ ഈ സബ്സിഡികളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും, അതിന് മിഷനറീസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഡീഹൈഡ്രേഷൻ മെഷീൻസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 30ഓളം സംരംഭങ്ങൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ വീട്ടമ്മമാർക്ക് തുടങ്ങാൻ സഹായിക്കുന്ന ഒരു മെഷീൻസും കൂടിയാണ് ഇത്. അമീൻ ഭായ്, ഈ മെഷീനറീസ് വെച്ചിട്ട് എന്തൊക്കെ ബിസിനസ്സുകൾ നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും? ഇത് ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കൊപ്രയുടെ ബിസിനസ് തുടങ്ങാം. തേങ്ങ വെട്ടി ഇതിലിട്ട് ഉണക്കി കൊപ്രയാക്കാം. നല്ല വൈറ്റ് കളറ് കൊപ്ര തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ ടെക്നോളജി ആയതുകൊണ്ട് നല്ല വൈറ്റ് കളർ തന്നെ നമുക്ക് പൂപ്പലില്ലാതെ കിട്ടും. അതുപോലെ നമ്മൾ വെജിറ്റബിൾസ് നമുക്ക് ഉണക്കിയെടുക്കാം. അതേപോലെ കൊണ്ടാട്ടം. അതെ. ഇതിൽ കൊണ്ടാട്ടം ഉണക്കുമ്പോൾ നമുക്ക് ഉപ്പിന്റെ കണ്ടന്റ് കുറവ് മതി, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ. നമ്മളെ മുരിങ്ങയില അതൊക്കെ ട്രൈ ചെയ്താണ്, പൊടിയുണ്ടാവും. അപ്പൊ ഹെർബൽ ബിസിനസ് തുടങ്ങാം, അതിനും ചെയ്യാൻ പറ്റും. അതുപോലെ സ്പൈസസുകൾ ഇലകളെ പർപ്പസിനൊക്കെ നല്ല ഉണക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇത് മല്ലിച്ചപ്പ്, മിന്റ്, അങ്ങനെ ഇലകളെല്ലാം ഫ്രൂട്ട്സുകൾ. അതെ, ഡ്രൈ ഫ്രൂട്ട്സ് ബിസിനസ് തുടങ്ങാം, അതും ചെയ്യാം. നമ്മള് ക്യാരറ്റ് നമുക്ക് പൗഡർ ഒക്കെ ആക്കിക്കാണ്ട് പാക്കറ്റ് ചെയ്യാൻ, സെയിൽ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഒനിയന് ഡീഹൈഡ്രേറ്റ് ആണ്, സവാള ഉണക്കിയെടുക്കുക. അതുപോലെ കുട്ടികളെ ബനാന പൗഡേഴ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം ചെയ്യും. മല്ലി സ്പൈസസ് ബിസിനസ് ചെയ്യാൻ പറ്റും. ലീഫുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാ ലീഫും നമുക്ക് ഉണക്കിയെടുക്കാം. ഇത് SS-ന്റെ യൂണിറ്റ് ആണല്ലോ. ഇത് ഫുള്ള് ഇൻസൈഡ് ഔട്ട്സൈഡ് കംപ്ലീറ്റ് 304 SS ആണ്. 304 SS ആണ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഇത് ഇൻസൈഡ് കംപ്ലീറ്റ് സ്റ്റീൽ ആണ് വരുന്നത്, ഔട്ട്സൈഡ് GI ആണ് വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് ഇൻസൈഡ് SS-ഉം ഔട്ട്സൈഡ് GI ആണ് വരുന്നത്. ഓക്കെ, ഡബിൾ ഡോർ ആണ് വരുന്നത്. ഡബിൾ ഡോർ. ഇതിലിപ്പോ എന്തൊക്കെയാണ്? പപ്പായ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾക്ക് ഇതേപോലെ ഹൈജീനിക് ആയിട്ട് ഉണക്കിയെടുക്കാം. പിന്നെ ബനാന ഫിഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണല്ലോ അല്ലേ. ഇതിൽ നമുക്ക് ഏത് പഴം ഉണക്കാമല്ലോ അല്ലേ, എല്ലാം ചെയ്യാം. ചെറുപഴം തൊട്ടിട്ട് എന്ത് പഴം ഉണ്ടോ അതൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഫിഷ് പിന്നെ വരുന്ന ഒരു ഇതാണ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫിഷ്. അതേപോലെ ഇതിൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ? മീറ്റും ചെയ്യാം. എന്ത് മീറ്റും നമുക്ക് ചെയ്യാം. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ബീഫ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും എല്ലാം നമുക്ക് ഉണക്കിയെടുക്കാം. ബീഫൊക്കെ ഇടിയറിച്ച് രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഹൈജീനിക് ആയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. ഉണക്കി വെച്ച പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ വരുന്നത്. ചക്ക, എല്ലാ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ടെൻഡർ കോക്കൺ ചിപ്സ് ആണ് വരുന്നത്. കുട്ടികളെ കുന്നങ്കായ, നെല്ലിക്ക, ബീട്രൂട്ട്, എല്ലാ സവാളകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ക്ലയന്റുകളെ പ്രൊഡക്റ്റുകളാണ്. ഇവരൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓരോന്ന് പാലക്കാട് വരുന്നുണ്ട്, മലപ്പുറം, എല്ലാ ജില്ലകളിലും ചെയ്തിരുന്ന കാണുന്നത്. ഇപ്പോൾ ഓർക്കസ്ട്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന രാഗിപ്പൊടി കൈകി ഉണക്കി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവരെ കുന്നങ്കായ, കുട്ടികളെ ബനാന പൗഡേഴ്സ് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താണ്. അതുപോലെ ബീട്രൂട്ട് പൗഡർ ചെയ്യുന്നവരുണ്ട്. കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾക്ക് ഫുഡ് കളറിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബനാന ഫിഗ് ആണ്. അതിപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഷാൻസ് ഗ്രൂപ്പാണ് ചെയ്യുന്നത്. എടപ്പാൾ ചെയ്തതാണ്. ബനാന ഫിഗ് നമ്മൾ ഹണിയൊക്കെ വെച്ചിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റുകളാണ്. അതേപോലെ ഓറഞ്ച് പീല് തൊലികൾ മാത്രം ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പൊടിക്കുന്നതാണ്. അങ്ങനെ ഹെർബൽ പ്രൊഡക്റ്റ്, ചെമ്പരത്തി, താളിപ്പൊടി, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ടൊമാറ്റോ പൗഡേഴ്സ്, അതുപോലെ ക്യാരറ്റ് പൗഡേഴ്സ്, ഒരുപാട് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അടുത്ത സംരംഭം എന്ന് പറഞ്ഞത് ഓയിൽ ബിസിനസ്. അതായത് ഇത്രയും ചെറിയ സ്പേസിൽ നിന്ന് നമുക്ക് ഒരു ഓയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ. അമീൻ ഭായ്, ഈ മെഷീൻ വെച്ചിട്ട് എന്തൊക്കെ ഓയിൽ ഉണ്ടാക്കാം? ഓയിൽ കണ്ടന്റുള്ള എല്ലാ സാധനത്തിൽ നിന്നും നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇതിൽ ഡെമോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റും? തീർച്ചയായിട്ടും. ഇപ്പൊ ഇത് സിംഗിൾ ഫേസിലാണ്. സിംഗിൾ ഫേസ് ആണ്. 2 HP ആണ് വരുന്നത്.
ഈ 3 HP വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ നമ്മൾ കൊപ്പര കട്ടറാണ്. കൊപ്പര ഇതുപോലെ കട്ട് ചെയ്യണം. അത് കട്ടറാണ് ഉപയോഗിക്കുന്നത്. 1 HP ഉണ്ട്, ഇനി 2 HP വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് തരാം. കസ്റ്റമൈസ് ചെയ്യാം. ഓപ്പറേഷൻ വരുന്നത് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റം തന്നെയാണ്. ജസ്റ്റ് ഓൺ ചെയ്യുന്നു, നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യുന്നു. അടുത്തത് മെഷീൻസ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മോട്ടർ ഓൺ ആക്കി ജസ്റ്റ് നമ്മൾ കൊപ്പര കട്ട് ചെയ്ത കൊപ്പര ഇട്ട് കൊടുക്കുക. എണ്ണ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ എണ്ണ വരും അല്ലേ? ഇതിലൂടെ എണ്ണ വരും. പിണ്ണാക്ക് ഈ സൈഡിലൂടെ ചാടിയിട്ട് ഇതാ താഴേക്ക് വരും. ഇപ്പൊ ഇത് സിംഗിൾ ഫേസ് 2 HP. ഇത് ഒരു മണിക്കൂറിൽ നമുക്ക് 20 കിലോ വരെ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് എത്ര മണിക്കൂർ? 8 മണിക്കൂർ കണ്ടിന്യൂസ് 8 മണിക്കൂർ കണ്ടിന്യൂസ് പ്രവർത്തിക്കാം. 3 HP ആണെങ്കിൽ നമുക്കൊരു 30 കിലോ 32 കിലോനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തുനിന്ന് 2 സംരംഭത്തിലുള്ള മെഷീൻസ് ആണ്. ഇത് നമ്മൾ തേങ്ങ ചിരകണ മെഷീൻസ് ആണ്. ഇത് അതുപോലെ തേങ്ങ പാലെടുക്കുന്ന മെഷീൻസ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ചിരകിയ ശേഷം നമ്മൾ ഡീഹൈഡ്രേറ്റർ ഉപയോഗിച്ചിട്ട് നാളികേരം ഇത് ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളത്തിലിട്ട് പഴയ സിലേക്കിന് തിരിച്ചു വരുന്ന ഒരു സംരംഭം ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉണക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് പൗഡർ ആക്കുന്ന രീതിക്ക് അങ്ങനെയും ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിലിട്ട് പാലെടുത്തിട്ട് വെർജിൻ കോക്കനറ്റ് രൂപത്തിലാക്കാം. ഈ പാല് മാത്രം സെയിൽ ചെയ്യുന്ന രീതിക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. രണ്ടെണ്ണത്തിന് നമുക്ക് ഇത് രണ്ടുണ്ടെങ്കിൽ 2 ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ സിമ്പിൾ ആണല്ലേ, വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാലോ അല്ലേ? ഹോട്ടലുകളിൽ കാറ്ററിങ്ങിനൊക്കെ നമുക്ക് ഇത് സിംഗിൾ ഫേസ് ആണ്. സിംഗിൾ ഫേസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഇതിൽ തേങ്ങ ചിരകി എടുക്കാം. ഇത് ചെറിയ ഹോട്ടലുകൾ പിന്നെ അതേപോലെ തന്നെ കാറ്ററിംഗ് യൂണിറ്റുകൾക്കൊക്കെ ഉപയോഗിക്കാം. ഈ ചിരകിയ തേങ്ങ നേരെ ഡീഹൈഡ്രേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് തേങ്ങ ചിരകിയതായിട്ടും സെയിൽ ചെയ്യാം, പൊടിച്ചിട്ട് പൗഡർ ആയിട്ടും സെയിൽ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് പാലെടുക്കുന്ന മെഷീനാണ്. ഇപ്പൊ തേങ്ങാപ്പാല്, അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ മേക്കിംഗ് യൂണിറ്റിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കോക്കനട്ട് മിൽക്ക് എടുക്കുന്ന പരിപാടി. അത് നേരെ ഇതിലോട്ട് ഈ മെഷീനിലോട്ട് നമ്മൾ തേങ്ങ ചിരകിയത് ഇടുക. പാല് വന്നു തുടങ്ങി. ഇതിലൂടെ പാല് വരുന്നുണ്ട്, കണ്ട പാല് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിലൂടെ ഡ്രൈ ആയിട്ടുള്ള പൗഡർ തേങ്ങ വരുന്നു. ഇത് എത്ര യൂണിറ്റിന്, ഇത് എത്ര ഇതിന്റെയാണ് മെഷീനാണിത്? വാട്സിൻ സിംഗിൾ ഫേസ് ആണ്. സിംഗിൾ ഫേസ് 750 വാട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്കൊരു ചെറിയൊരു സംരംഭം എന്നുള്ള രീതിയിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ വേസ്റ്റ് ആണ് വരുന്നത്. ഇത് വെച്ചിട്ടും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. ഈ ഒരു റോ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് പല ബിസിനസ്സുകളും പല പ്രോഡക്റ്റുകളും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അടുത്തത് വെജിറ്റബിൾ കട്ടറാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് കാറ്ററിങ് അതുപോലെ ഹോട്ടലുകൾക്കൊക്കെ ആവശ്യപ്പെട്ട ഒരു മെഷീൻസാണ് വരുന്നത്. സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക, സ്ലൈസ് ചെയ്യുക, സലാഡ കട്ട് ചെയ്യുക. ജസ്റ്റ് ഇതിന് 1 HP വരുന്നത്. മെഷീനിൽ വെജിറ്റബിൾ സ്ക്വയറായിട്ടും കട്ട് ചെയ്യുക, സ്ലൈസ് ആക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ബ്ലേഡ് പറയുന്നത് സ്ക്വയറാണ്, ഉണ്ടോ? സ്ക്വയറായിട്ട് വരുന്നുണ്ട്. വെജിറ്റബിൾസ് സ്ക്വയറായിട്ട് വരുന്നുണ്ട്. ഇനി സ്ലൈസ് ആക്കണമെന്നുണ്ടെങ്കിൽ ബ്ലേഡ് ഓൾറെഡി മാറ്റണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഈ ബ്ലേഡ് എടുത്തിട്ട് സ്ലൈസിന്റെ ബ്ലേഡ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യണം. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ വരുന്നതൊക്കെ സ്ലൈസ് ആയിരിക്കും. കണ്ടോ? ഇനി വരുന്നതൊക്കെ സ്ലൈസ് ആയിരിക്കും. ഇനി ഉള്ളിയായി പോലും സവോള, കാബേജ് ആണെങ്കിലും നമുക്കത് കാബേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് കാറ്ററിങ്ങിനും അതേപോലെ തന്നെ ഹോട്ടലുകൾക്ക് പിന്നെ അതേപോലെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ലൈസിങ്ങിന് ഉപയോഗിക്കാമല്ലോ അല്ലേ? ക്യാരറ്റ് കണ്ടില്ലേ, സ്ലൈസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് അതുപോലെ മാനുവൽ സ്ലൈസിങ് മെഷീനാണ് വരുന്നത്. നേരത്തെ കണ്ട ഇലക്ട്രിക് ആയിരുന്നു, ഇത് മാനുവലായിട്ട് നമുക്ക് സ്ലൈസിങ് മെഷീനാണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഇതിൽ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക.
എല്ലാ വെജിറ്റബിൾസും നമുക്ക് കട്ട് ചെയ്യാം എല്ലാ വെജിറ്റബിളും കട്ട് ചെയ്യാം ഉണ്ടോ. കൈ കൊണ്ട് കറക്കിയാൽ മാത്രം മതി അല്ലേ. ഉണ്ടോ ഇനി സവോള ആണെങ്കിലും ഇതിൽ തന്നെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും മാനുവലായിട്ട്. ഉണ്ടോ അപ്പൊ ചെറിയ രീതിയിലൊക്കെ രീതിയിലൊക്കെ യൂണിറ്റ് ഒക്കെ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് മതി, ഈ കട്ടിംഗ് മെഷീൻ മാത്രം മതി. ബനാന അതേപോലെ തന്നെ ഇതിൽ നമുക്കിപ്പോൾ കണ്ട കായ ഇപ്പോൾ കായ ഉണക്കിയിട്ടുള്ള സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പാവയ്ക്ക ഉണ്ട്, എല്ലാം ചെയ്യാം. പാവയ്ക്കാണെങ്കിൽ പോലും അതേമാതിരി തന്നെ കട്ട് ചെയ്യാം. ഇപ്പോൾ കൊണ്ടാട്ട ബിസിനസ് തുടങ്ങുന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് പാവയ്ക്ക സ്ലൈസിങ്. അമീൻ ഭായ്, ഇനിയിപ്പോൾ അടുത്ത സംരംഭങ്ങൾ എന്തൊക്കെയാണുള്ളത്? അടുത്ത നമ്മൾ ദോശ ഇഡ്ഡലി മാവൊക്കെ അരച്ചിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിക്കാണ്ട് വരുന്ന മെഷീൻസ് ആണ് വരുന്നത്. അതായത് ദോശ മാവ്, ഇഡ്ഡലി മാവ്, ഇത് ഈ ഒരൊറ്റ മെഷീൻ, ചെറിയൊരു സ്പേസ് മതി അല്ലേ? ചെറിയ സ്പേസ് മതി. അപ്പോൾ ആ ദോശമാവ് ഇഡ്ഡലി മാവ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മെഷീൻ ഉണ്ട്. പിന്നെ ഈ കാണുന്ന മെഷീൻ എന്താണ്? നമ്മൾ പൊടിക്കണതാണ്. അരി ഗോതമ്പ് ഇതൊക്കെ പൊടിക്കണ ചെറിയ രീതിക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുന്ന രീതിക്കാണ്. സിംഗിൾ ഫേസ് യൂണിറ്റ്. നമ്മളിപ്പോ വലിയ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബെൽറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ. ചെറിയൊരു ഇപ്പൊ ഇതിൽ ബെൽറ്റ് ഒന്നുമില്ല, ഈ ഒരൊറ്റ ബോക്സ് പോലത്തെ ഈ ഒരൊറ്റ ഷേപ്പ്. അതെ അതെ. ഇതിൽ നിന്ന് നമുക്കിപ്പോ ഈ ഒരു ഇതിൽ മൾട്ടിപർപ്പസ് ആണോ ഇത് പൊടിക്കാൻ? ഈ ഒരു ഒറ്റ മെഷീനിൽ നമുക്ക് അരി എന്ത് വേണമെങ്കിലും പൊടിക്കാം. ഇവിടെ ചെറിയ മെഷീൻ, ഇതൊക്കെ സിംഗിൾ ഫേസ് ആണ്. ഐ മീൻ ബൈ സിംഗിൾ ഫേസ് ആണ്. അപ്പൊ ഇനി ചെറിയൊരു സ്പേസ് മതിയില്ലേ? ചെറിയൊരു സ്പേസിൽ നമുക്ക് ധാന്യങ്ങൾ പൊടിക്കുന്ന മെഷീൻ, ഒരു മില്ല് തന്നെ, ഒരു ഫ്ലവർ മില്ല് തന്നെ നമുക്ക് ചെറിയൊരു സ്പേസിൽ തുടങ്ങാൻ പറ്റും. ഓരോന്നിൻ്റെ പർപ്പസ് അനുസരിച്ച് ഓരോന്നിൻ്റെ ഷേപ്പിലും അതിലുപയോഗിച്ചിരിക്കുന്ന മോട്ടറിലും വ്യത്യാസമുണ്ട്. ഇത് ഡുവലാണ് അല്ലേ? ഇത് രണ്ടെണ്ണമാണ്. നെല്ല് കുത്താനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ദോശമാവ്, ഇഡ്ഡലിമാവ്, അതേപോലെ മസാലപ്പൊടികൾ തുടങ്ങുന്ന ബിസിനസ്സുകൾക്കുള്ള മെഷീനറീസുകൾ ഇവിടെ ചെറിയ രീതിയിൽ ചെയ്യുന്ന, അതും ചെറിയ മുതൽ മുടക്ക് മതിയല്ലോ ഇതിനൊക്കെ. ചെറിയ സ്പേസ്, ചെറിയ മുതൽ മുടക്ക്, അതാണ് മൈക്രോലോജിക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് അല്ലേ? അമീൻ ഭായ്, ഇനിയിപ്പോ അടുത്ത മെഷീനറീസ് എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പൊ നമുക്ക് വരുന്നത് പാക്കിംഗ് മെഷീൻസ് വരുന്നുണ്ട്, കോഡിംഗ് മെഷീൻ വരുന്നുണ്ട്, ഫില്ലിംഗ് മെഷീൻ വരുന്നുണ്ട്. ഫില്ലിംഗ് മെഷീൻ ഒക്കെ വരുന്നുണ്ട്. അതിൽ നമ്മളത് പെഡൽ സീലർ ആണ് വരുന്നത്. പെഡൽ സീലർ അത് നമ്മളൊരു 5 kg ഒക്കെ മില്ലുകൾക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഫില്ലിംഗ് മെഷീൻസ് ആണ് വരുന്നത്. ഇത് ഫില്ലിംഗ് മെഷീൻ അല്ലേ? ചെറിയ പെനോയില് കാര്യങ്ങളൊക്കെ, പാല് ഐറ്റംസ് ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ലിക്വിഡ്സ് ഉപയോഗിക്കാമല്ലോ. ലിക്വിഡുകളല്ല, കട്ടി കുറഞ്ഞ പ്രൊഡക്റ്റ് ഐറ്റംസ്. അതുപോലെ ബാൻസിലർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് നൈട്രജൻ വരുന്നതാണ്. നൈട്രജൻ ഫില്ലിംഗ് മെഷീൻസ് ആണ് വരുന്നത്. ഇത് നൈട്രജൻ ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ലേസിനെ പോലെ തന്നെ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ആ എയർ ബബിൾ ആയിട്ട് നിൽക്കുന്നില്ലേ? ഇതിലൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മെയിൻ ആയിട്ട് ലേസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ചിപ്സ് ഐറ്റംസുകളൊക്കെ പാക്കിംഗ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നൈട്രജൻ ചെയ്യുമ്പോൾ ഫുഡ് നൈട്രജൻ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ലൈഫും കാര്യങ്ങളും കിട്ടും, ഡാമേജസ് കുറയും. ഇപ്പോൾ ചിപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ പൊടി ആ പ്രശ്നം വരില്ല. അടുത്ത നമ്മൾ കോഡിംഗ് മെഷീനാണ് വരുന്നത്. കോഡിംഗ് മെഷീൻ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അതിൽ മിനി ടൈപ്പ് ആണ് വരുന്നത്. ചെറുത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. എല്ലാ സർഫസിലും നമ്മൾ ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ ബോട്ടിൽസിലൊക്കെ നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. അല്ലേ? ഓക്കെ. ടോപ്പിലും ആണെങ്കിൽ ടോപ്പിലും പ്രിന്റ് ചെയ്യാം. വാട്ടർ അതുപോലെ എല്ലാ ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വലിയ മെഷീനറീസ് ഇത് ഹാൻഡിൽ ഇൻജെക്ട് എന്ന് പറയും. അതിന്റെ തന്നെ വലിയ ടൈപ്പാണ് വരുന്നത്. ഇതിൽ നമുക്ക് എന്തും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാച്ച് കോഡോ QR കോഡോ ബാർ കോഡോ എന്ത് വേണമെങ്കിലും QR കോഡൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റിന് അടിച്ചു കൊടുക്കുക. നമ്മൾ എവിടെ സ്ഥലം ഇപ്പോൾ കറക്റ്റ് സ്ഥലത്ത് ഈ മെഷീനിൽ നമുക്ക് ഏത് സർഫസിലും ചെയ്യാം. ഗ്ലാസ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ചെയ്യാം. സ്കെയിലാണ് വരുന്നത്. സ്കെയിലിന് കറക്റ്റ് നമുക്ക് സ്പേസ് കറക്റ്റ് മനസ്സിലാവും. കണ്ടോ? ഈ പ്രൊഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കവറിൻ്റെ നേരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അടുത്ത നമ്മളെ വാക്യൂം മെഷീൻസ് ആണ് വരുന്നത്.
വാക്വം, അതായത് നമ്മൾ കവറിനുള്ളിലെ എയർ വലിച്ചെടുക്കുന്ന മെഷീൻ. അതെ അതെ. അപ്പോൾ അതുപോലെ നട്ട്സുകളൊക്കെ നമുക്ക് ഇത് വാക്വം മെഷീനാണ്. നമ്മൾ സാധാരണ ഈത്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പാക്ക് ചെയ്ത് ജസ്റ്റ് നമ്മളിങ്ങനെ വാക്വം നടന്നു പോകും. വാക്വം നടന്നു അതിലെ കവറിനുള്ളിലെ വാക്വം മൊത്തം വലിച്ചെടുത്തില്ലേ? ഓക്കെ. ഇങ്ങനെ പാക്ക് ചെയ്യാം. ഇതാവുമ്പോൾ പ്രോഡക്റ്റ് കേടുവരില്ല, ലൈഫ് കൂടുതൽ കിട്ടും. വലിയ കവറുകളൊക്കെ ചെയ്യാം. ഈ ഒരു സൈസിനനുസരിച്ചിട്ടുള്ള കവറുകൾ നമുക്ക് വലിയ കവറുകളൊക്കെ വരെ നമുക്ക് ഈ ഒരു സൈസ് കവർ വരെ നമുക്ക് സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അമീൻ ഭായ്, ഇനി അടുത്ത് എന്താണ് സംഭവം? നമ്മളെ ഫില്ലിംഗ് മെഷീനാണ്. ഫില്ലിംഗ് മെഷീൻ ഓയിലുകളൊക്കെ കറക്റ്റ് ഓയിലുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഓയിൽ, ജാമ്പ്, ക്രീം ഐറ്റംസുകളൊക്കെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ. ഇതിലായി പെട്ടെന്ന് തന്നെയാണ് ന്യൂമാറ്റിക് വരുന്നത്. ന്യൂമാറ്റിക് അല്ലേ? ഇത് അതിന്റെ ചെറിയ ടൈപ്പ് ന്യൂമാറ്റിക് തന്നെയാണ്. ഇത് ചെറിയ മിനി ടൈപ്പ് ആണ് വരുന്നത്. 50 മില്ലി വരെ ചെയ്യാൻ പറ്റുന്ന. ഇതും അതേപോലെ തന്നെ മാനുവലാണ് വരുന്നത്. ഇനിയിപ്പോ ഇതേപോലെ തന്നെയാണ് വരുന്നത്. 1 kg വരുന്നുണ്ട്. വലുത് മറ്റേത് 1/2 kg ആയിരുന്നു. ഇത് 1 kg ഫില്ല് ചെയ്യണ മെഷീനാണ്. ഇത് കസ്റ്റമൈസ് ആണ്. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് മെഷീൻസ്. അത് 2 ടൈപ്പിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. ഇത് ഇമ്പോർട്ടിംഗ് മെഷീൻസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ ഇതും നമ്മളെ ഓയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാൻ ഡബിൾ നോസ് ആണ് വരുന്നത്. ജ്യൂസൊക്കെ അത് അതിന്റെ സിംഗിൾ നോസ് ആണ്. ഇത് അതുപോലെ ഇൻഡക്ഷൻ സീലർ ആണ് വരുന്നത്. നമ്മുടെ അച്ചാറുകൾ ഇത് ഒരു കുപ്പിയുടെ മുകളിലൊക്കെ സീൽ ചെയ്യുന്ന മെഷീൻസ് ആണ്. ചെറിയ ഡൈകളുണ്ട്, വലിയ ഡൈകൾക്ക് അനുസരിച്ചുള്ള എല്ലാ മോഡൽസും വരുന്നുണ്ട്. പല സൈസുകളിൽ ചെയ്യുന്നുണ്ട് ഉണ്ടോ. നമ്മുടെ മൂടിയുടെ ക്യാപ്പിയുടെ ഉള്ളിൽ ഇതേമാതിരി സീൽ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ഫോയിൽ സീലർ ആണ് വരുന്നത്. നമ്മൾ ഫോയിൽ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. ഫോയിൽ വെച്ചിട്ട് ടോപ്പിന്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. കസ്റ്റമൈസ്ഡ് ആണ്. ഏത് രീതിക്കാണ് വേണ്ടത് നമ്മൾ ചെയ്തെടുക്കും. ഇത് ഇമ്പോർട്ടിംഗ് മെഷീൻസ് ആണ്. പിന്നെ അതുപോലെ ചെറിയ മിനി ടൈപ്പ് ഓയിൽ മെഷീനാണ് വരുന്നത്. നമ്മൾ കോൾഡ് പ്രസിന്റെ അതേപോലെ തന്നെ ചെറിയ മിനി ഹോം പർപ്പസിലൊക്കെ നമ്മൾ 450 വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ് വരുന്നത്. ഐസ് ക്രഷിംഗ് മെഷീൻസ് ആണ്. സിപ്പപ്പ് മെഷീൻസ് ആണ് വരുന്നത്. മാനുവലായിട്ട് സിപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ആണ്. ഇതിൽ നമുക്ക് 5 mm വീതി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരുന്നത് 5 mm ആണ്. വീതി കൂടിയ ടൈപ്പ്. പിന്നെ കുറഞ്ഞ മോഡൽ വരുന്നുണ്ട്. ഹോട്ട് ബാർ വരുന്നുണ്ട്. ഹോട്ട് ബാറുകളൊക്കെ പറഞ്ഞത് നല്ല വീതി ടൈപ്പിലുള്ള ലാമിനേറ്റഡ് പൗച്ചുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ആണ് അതൊക്കെ വരുന്നത്. പിന്നെ സിപ്പപ്പിൽ വരുന്ന നമ്മളെ ഡബിൾ ട്രാൻസ്ഫോമർ വരുന്ന മെഷീൻസുകളാണ് ഇതൊക്കെ. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമൈസിന് ആവശ്യമനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് പോപ്കോണിൻ്റെ ഒക്കെ മെഷീനാണ്. സീലിംഗ് മെഷീൻ സീൽ ചെയ്യുന്ന മെഷീൻസ് ആണ് വരുന്നത്. അതിൽ മാനുവൽ വരുന്നുണ്ട്, സെമി വരുന്നുണ്ട്. പിന്നെ ചെറിയ സ്പൈസസ് മില്ലാണ് വരുന്നത്. ഇമ്പോർട്ടിംഗ് മെഷീനാണ്. ചെറിയ ടൈപ്പില് നമുക്ക് പൊടികളൊക്കെ. അതെ. പിന്നെ ഗാർലിക് പീലറാണ്. വെളുത്തുള്ളി തോലെടുക്കുന്ന മെഷീൻസ്. ഒനിയൻ കട്ടർ. ചെറിയ കാറ്ററിങ്ങിനൊക്കെ പറ്റിയ വെജിറ്റബിളിനെ പോലെ തന്നെ കുറച്ചുകൂടി കട്ട് ചെയ്യാൻ പറ്റിയത്. ഇത് ചെറിയ ഓയിൽ ടൈപ്പ് ചെയ്യുന്ന മെഷീൻസ് ആണ്. കോൾഡ് പ്രസ് ടൈപ്പിൽ വരുന്നതാണ്. പിന്നെ അതൊക്കെ ഫില്ലിംഗ് ടൈപ്പിൽ വരുന്ന മെഷീൻസുകളാണ്. അടുത്ത് നമ്മൾ പാലൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ മാനുവൽ ടൈപ്പിൽ മെഷീൻസാണ് വരുന്നത്. ഇതിൽ നമ്മളിത് പാലിൻ്റെ ടാങ്കിൽ കണക്ട് ചെയ്തിട്ട്, എക്സാമ്പിൾ ഇത് വെള്ളമാണ്, പാലാണെങ്കിൽ പാലിൽ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കറക്റ്റ് വന്ന് ഉണ്ടോ ആ ml നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ മാനുവലി എത്ര ml ആണെന്നുള്ളത് സെറ്റ് ചെയ്യുക. നേരെ പാക്കിംഗ്. ഓക്കെ. ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അമീൻ ഭായ്, ഇപ്പം നിങ്ങളെ കയ്യിൽ നിന്ന് മെഷീനറീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ട്രെയിനിങ്ങും പിന്നെ ഇതിന്റെ വാറണ്ടി സർവീസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിഹൈഡ്രേറ്റ് ടൈപ്പിനൊക്കെ ആണെങ്കിൽ 3 year സർവീസ് വാറണ്ടിയാണ്. 3 year സർവീസ് 1 year പാർട്സ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട്. 1 year പാർട്സ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ബാക്കി ഇമ്പോർട്ടഡ് മെഷീനറീസിനൊക്കെ എങ്ങനെയാണ്? മെഷീൻസിനൊക്കെ 1 year കൊടുക്കുന്നുണ്ട്, 6 months വരുന്നുണ്ട്, 2 year വരുന്നുണ്ട്. പല മെഷീനും പല ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രോപ്പറായിട്ട് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മള് ഇതൊക്കെ നമ്മള് GI വരുന്നത്. ഇത് ഫുള്ള് 304 ആണ്. ഇത് 304 ഉണ്ട്, GI-ലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ GI-യുടെ ഉള്ളില് ഫുള്ള് സ്റ്റീലാണ് അല്ലേ? സ്റ്റീലാണ് കൂടുതൽ ചെയ്യുന്നത്. ഇതിലൊക്കെ ഇതൊക്കെ ഇത് വരുന്നത്.
ഇത് 24 ട്രേ ആണ് വരുന്നത്. ഇതും 24 ട്രേ. അപ്പൊ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാലോ, ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര ട്രേ വേണം എന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യാലോ അല്ലേ? കസ്റ്റമൈസ് ചെയ്യാം. ഇത് 24 ട്രേ ആണ് വരുന്നത്. ഇതും 24 ട്രേ. നമ്മൾ നാളികേരം ചെറിയ നാളികേരം ഉണക്കി പൗഡർ ആക്കുന്ന രീതിക്കുള്ള ഒരു യൂണിറ്റിന് വേണ്ടിയാണ് 48 ട്രേ ആണ് കൊടുത്തത്. 48 ട്രേ അല്ലേ? തൃശ്ശൂർ ഭാഗത്തേക്കുള്ളതാണ് ഇത്. 48 ട്രേ ഓൾറെഡി ബുക്കിംഗ് ആയതാണ്. കസ്റ്റമൈസ് ചെയ്താണ് അവർക്ക് വേണ്ടി അവർ പറഞ്ഞ രീതിക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇതുപോലെ വയനാട്ടിലേക്കുള്ള ഒരു യൂണിറ്റ് ആണ്. വയനാട്ടിലേക്കുള്ള. അപ്പൊ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്താണ് വരുന്നത്. ഫുള്ള് സ്റ്റീൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ ഈ ഫാക്ടറിയുടെ ലൊക്കേഷൻ എവിടെ വരുന്നത്? കറക്റ്റ് മലപ്പുറം വട്ടപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ്. കോട്ടക്കൽ പെരിന്തമണ്ണ റൂട്ടാണ് വരുന്നത്. മലപ്പുറം ജില്ലയിൽ വട്ടപ്പറമ്പ് കോട്ടക്കൽ പെരിന്തമണ്ണ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഒരുപാട് കമ്പനീസ് ഉള്ള ഏരിയയാണ്. ഇപ്പോൾ ഇവിടുന്ന് മെഷീനറീസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഡെലിവറി ഉണ്ടോ അതോ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കണം? എങ്ങനെയാണ്? ഡെലിവറി ഉണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ ആയിട്ട് നമ്മൾ ഡെലിവറി കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് ഈ മെഷീനറീസിന്റെ ഡെമോയും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് ഒട്ടിച്ച് സീലിംഗ് ആണെങ്കിൽ സീലിംഗ്, അല്ലെങ്കിൽ നമുക്ക് ഡിഹൈഡ്രേറ്റിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് പറയും. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഓരോ പ്രൊഡക്റ്റും വെറൈറ്റി പ്രൊഡക്റ്റുകൾ സാധനങ്ങൾ ഇവിടെ ഉണക്കാൻ പറ്റുമോ ചെക്ക് ചെയ്യാനും വേണ്ടി അവര് ചിലപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റിന് വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പൊ അതിനു വേണ്ടി അവർ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കും ടെസ്റ്റ് ചെയ്യാം, ആർക്കായാലും ടെസ്റ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ടെസ്റ്റ് ചെയ്താൽ ഇവിടെ എല്ലാവർക്കും വന്ന് അവർക്ക് അനുയോജ്യമായ പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. 35% സബ്സിഡിയിൽ ചെറിയ മുതൽ മുടക്കിൽ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ ഐറ്റംസും, ആഗ്രഹമുള്ള ആൾക്കാർക്കുള്ള എല്ലാ മെഷീനറീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളും വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക. അല്ലാത്തവർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.